നിക്കോളയുടെ വണ്ടിയാണല്ലോ അത്. Logistics. Oh, they are open. Sticker. No, nothing. ഞങ്ങൾക്ക് ലോഡ് മതി. ആ സാധനം ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനവിടെ അഗ്രികൾച്ചർ ഡിക്ലെയർ ചെയ്യണം. സാധാരണ ഒന്നും മനസ്സിലാകാത്ത എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്നാ അർജുൻ ഭായി ചിരിക്കണത് എന്ന് പറഞ്ഞ അർജുൻ ഭായി അവരിപ്പോ നിങ്ങളെടുത്ത് ചോദിച്ചില്ലേ നോ ഫാർമർ നോ ഫുഡ് എന്ന്. അപ്പൊ നിങ്ങളെന്താ പറഞ്ഞ അവരടുത്ത്? നോ നത്തിങ്, ജസ്റ്റ് എംപ്റ്റി ട്രെയിലർ. Thank you, man. You're saying about the board, right? No farmer. Yeah. You know what? I was thinking about we have to declare agriculture in the Calgary thing, right? Okay, sorry. അതെന്തായാലും പൊളിയായിരുന്നു. നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞില്ലേ നോ എംപ്റ്റി ട്രെയിലർ ഉള്ളിന്ന്. സംഭവം അവര് നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കർ കണ്ടിട്ട് ചോദിച്ചാ. പണ്ടത്തെ നോർത്ത് ഇന്ത്യയിൽ വന്ന സമരത്തിന്റെ സമയത്ത് ഫുഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനോർത്തു കാലിഫോർണിയയിലെ മറ്റേ അഗ്രികൾച്ചർ ഡിക്ലെയർ ചെയ്യുമല്ലോ, അപ്പൊ ഇവരുടെ വെയർ ഹൗസിൽ വരുമ്പോഴത്തേക്കും ഇവര് അഗ്രികൾച്ചറിന്റെ സാധനം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. ലൈസൻസ് വേണം അല്ലേ? രണ്ടുപേരും അല്ല, എന്നാലും ഒന്ന് കൈ പിടിച്ചു. എന്താ ബ്രോ, ചെക്ക് ഇൻ ചെയ്തോ? നമ്മൾ രാവിലെ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഫോർക്ക് ലിഫ്റ്റിന്റെ ആളാണ് നമ്മളെ ലോഡ് ചെയ്യുന്നത്. പുള്ളി വന്ന് മറ്റേ റെഡ് ലൈൻ വലിച്ച് വണ്ടി സെക്യൂർ ചെയ്താണ്. നമ്മൾ എത്ര പിന്നെ നമ്മളിത് ആദ്യമായിട്ടാണ് ഇവിടെ ലോഡ് ചെയ്യണമെങ്കിൽ ഓക്കെ. നിങ്ങൾ പുതിയ മാനേജ്മെന്റ് ആണോ? 6 മണിക്ക് ഇപ്പൊ തൊട്ട് തുടങ്ങിയാണോ? അല്ലാതെ പിന്നെ ഉള്ളോട്ട് റെസ്റ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ ലോഡ് ചെയ്തല്ലോ. ഐ തിങ്ക് ഇറ്റ്സ് ന്യൂ മാനേജ്മെന്റ്. നമ്മള് ഇതുവരെ ഇവിടെ നിന്ന് ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, ബട്ട് എല്ലാ ദിവസവും നമ്മൾ ശരിക്കും 8 മണിന്ന് വരെ പറഞ്ഞിട്ട് നമ്മൾ 9 മണിക്ക് വെയിറ്റ് ചെയ്യാലോ. അപ്പം നേരത്തെ ആ ഫോർക്ക് ലിഫ്റ്റുകാരൻ വന്നിട്ടേ റെഡ് വലിച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചൊന്നുമില്ലല്ലോ. നമ്മൾ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കെല്ലാം മനസ്സിലായി കാണും. വേറെ ഒന്നുമല്ല, കാരണം ഈ ബ്ലൂവും ഈ റെഡുമാണ് നമ്മുടെ എയർ സപ്ലൈ ഹോസുകൾ. അപ്പം ഈ റെഡിൽ കൂടെയാണ് നമുക്ക് ബേസിക്കലി സപ്ലൈ ലൈൻ ബാക്കിലത്തെ ബ്രേക്കിന് ആവശ്യമായിട്ടുള്ള എയർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് വലിച്ചിട്ട് ഈ സാധനം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അവിടെ ജാമായിരിക്കും. കാരണം എയർ സപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അത് കണക്ട് ചെയ്യുന്ന ഭാഗം അവർ ലോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്കിൽ നിന്ന് വണ്ടി അനങ്ങിയല്ല, ഫോർക്ക് ലിഫ്റ്റുകാരൻ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ വണ്ടി അവിടെ അനങ്ങാതെ തന്നെ കിടക്കും. അപ്പം ബൈ മിസ്റ്റേക്ക് ആണെങ്കിലും ഇവിടുന്ന് ഡ്രൈവർ പുൾ ഔട്ട് ചെയ്യുക, അതിൻ്റെ ഇടയിൽ ആൾ പോയി മരിക്കാതിരിക്കുകയും അല്ലെ ഒരു അപകടം ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമാണ് ഈ ഒരു പരിപാടി. ഇതേ താക്കോലിട്ടിട്ടാണ് പൂട്ടുന്നത്. അപ്പോൾ അവരുടെ ലോഡിങ്ങും പരിപാടിയെല്ലാം വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ സാധനം ഊരിക്കൊണ്ട് പോകാം. നേരം നമുക്കിവിടെ കണക്ട് ചെയ്ത് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ശരിക്കും ട്രക്കിങ് ചെയ്യുമ്പോഴേ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും പാട്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് നോക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല, അല്ല അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ വെതർ മോശമായിരിക്കും. പക്ഷേ ഇതൊക്കെ എക്സ്ക്യൂസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ആരോഗ്യം പോവല്ലേ ഉള്ളൂ. അതുകൊണ്ട് എക്സ്ക്യൂസുകൾ പറയാതെ ഉള്ള സാഹചര്യത്തിൽ ആഞ്ഞു പിടിച്ച് ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ട്രാവലിസ്റ്റ് സാൻഡപ്പൻ വന്നപ്പോഴത്തേക്കും ഒരു ബ്രേക്ക് എടുത്താൽ വർക്കൗട്ടിൽ നിന്നൊക്കെ. അതുവരെ കാരണം വർക്കൗട്ടിൻ്റെ കാര്യത്തിലും ഡയറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സ്ഥിരം ചെയ്യാനുണ്ടാവും. പക്ഷെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസ്റ്റൻറ്റ് പമ്പ് ഫീൽ ചെയ്താലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇത്രയും നേരം പുഷപ്പ് അടിച്ചുകൊണ്ടിരുന്നത് വേണ്ട
ഇവിടെയാണ്, ഈ സ്റ്റേഴ്സിൻ്റെ അവിടെ കേട്ടോ. ഇത് വലിയ മോട്ടിവേഷനൊന്നുമല്ല, എന്നാലും നമ്മുടെ ഫെലോ ട്രക്കേഴ്സിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഷെയർ ചെയ്തു മാത്രം കേട്ടോ. ഈ ട്രക്ക് കേട്ടോ, നമ്മുടെ ട്രക്കിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ഷേപ്പല്ലേ ഈ ട്രക്ക്. അപ്പോൾ ഈ ട്രക്കിനാണ് ഷണ്ടിങ് ട്രക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഷണ്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വെയർ ഹൗസുകളും വലിയ പാർക്കിംഗ് ലോട്ടുകളും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രക്കുകളാണ് ഇത്തരം ട്രക്കുകൾ. ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കൺജസ്റ്റഡ് സ്പോട്ടിലും ഈ ഫ്രണ്ടിൻ്റെ വീൽ ബേസ് കുറവായതുകൊണ്ട് അവർക്ക് മനൂവർ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മുടെ കൂട്ട് വീൽ ബേസ് കൂടിയ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, സ്ലീപ്പറൊക്കെ ഉള്ള വീൽ ബേസ് കൂടിയ വണ്ടികൾ വരുമ്പോഴത്തേക്കും ടൈറ്റ് സ്പോട്ടുകളിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും പറയാമെന്നത് വേറൊന്നുമല്ല, അതുകൊണ്ട് ഈ കാണുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, ഈ കണ്ടെയ്നറുകളൊക്കെ ജപ്പാനിൽ നിന്ന് വരുന്ന കണ്ടെയ്നറുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് ടൊറൻറ്റോയ്ക്ക് കൊണ്ടുപോകേണ്ട ഈ ഓട്ടോമോട്ടീവ് വയറിംഗ് ഹാർനസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡോക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡോക്ക് ചെയ്തിട്ടേക്കുന്ന ഡോക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് കൊണ്ടുവന്നിട്ട് ഈ കണ്ടെയ്നറിൽ നിന്ന് നേരെ നമ്മുടെ അങ്ങോട്ട് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഡിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പേപ്പർ വർക്ക് എല്ലാം മേടിച്ച് ലോഡ് ക്ലിയർ ചെയ്ത് പയ്യെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കിട്ടിട്ടോ. പേപ്പർ വർക്കും സീലും. അപ്പോൾ നമുക്ക് സീലൊക്കെ ഇട്ട് പയ്യെ വണ്ടി എടുത്ത് വിട്ടു പോവാം. അപ്പോൾ വേണ്ട നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ റെഡ് ലൈനിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, അത് അമാര് റിമൂവ് ചെയ്തുകൊണ്ട് പോയി, വിച്ച് മീൻസ് ഇറ്റ്സ് സേഫ് ടു മൂവ്. അപ്പോൾ നമുക്ക് സാധനം, അപ്പോൾ നമ്മുടെ എയർ ഹോസ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയറിൻ്റെ സപ്ലൈ അതിൽ കിട്ടുമേ. എയറിൻ്റെ സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് റിലീസ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ രണ്ടും സേഫ് ആൻഡ് സെക്യൂർ. ദിസ് ഈസ് ഇലക്ട്രിക്കൽ ലൈൻ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോവാം. അപ്പം ഇതാണ് നമ്മുടെ ലോഡ്, ഓട്ടോമോട്ടീവ് വയറിംഗ് ഹാർനസ്. നമ്മുടെ വണ്ടി ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള ഒരു മോട്ടോർ പാർട്ടാണല്ലോ ഇത്. യാസാക്കി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൻ്റെയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം. When possible, make a U-turn. I'm gonna check the seal. Yeah. സെക്യൂരിറ്റി ക്ലിയറൻസും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റോഡിൽ.
എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കിടിലൻ മോർണിംഗ് ആണ് കേട്ടോ. കറക്റ്റ് 18 ഡിഗ്രി സെൽഷ്യസ്, ഓവറായിട്ട് വിൻഡൊന്നുമില്ല, നല്ല കിടിലൻ ബ്രൈറ്റ് ആയിട്ടുള്ള സൺഷൈൻ. അപ്പോൾ അതുകൊണ്ട് വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ അടിപൊളി. അതും സ്പ്രിംഗ് സീസൺ തുടങ്ങുന്നതുകൊണ്ട് തന്നെ മഴയെല്ലാം പെയ്ത് നല്ല പച്ചപ്പിനൊക്കെ നല്ല കിടിലം പച്ചപ്പായിട്ട് ഒരു ഗ്രീനറി ഉണ്ട്. അതെല്ലാം കൂടെ വിഷ്വലൈസിങ് സെറ്റപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് രാവിലെ തന്നെ. കൂടാതെ ആ റഷ് അവർ ട്രാഫിക് അങ്ങ് കഴിഞ്ഞതുകൊണ്ട് റോഡെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് കാലിഫോർണിയയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് പോയാലേ നമുക്ക് മര്യാദയ്ക്ക് നമ്മുടെ റൂട്ടിൽ ഓൺ ടൈം എത്തുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് 40 കൂടെയാണ് വന്നതെങ്കിലും നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് നമ്മുടെ യൂഷ്വൽ റൂട്ടായിട്ടുള്ള ഇൻ്റർസ്റ്റേറ്റ് 80 കൂടെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വേണ്ട ബാർസ്റ്റോ എത്തി. ബാർസ്റ്റോയിൽ നിന്ന് ലാസ് വേഗാസ് വഴി സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് നേരെ തിരിഞ്ഞ് നെബ്രാസ്ക വയോമിങ്ങും ഒക്കെ. ഏകദേശം നമ്മൾ ബാർസ്റ്റോ അടുക്കാറായി. 90 കിലോമീറ്ററും കൂടെയാണ് ബാർസ്റ്റോയിലേക്ക് ഉള്ളത് കേട്ടോ. നമ്മൾ കാജൂൻ പാസിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. കാജൂൻ പാസ് എത്രമാത്രം രസമുള്ള ഒരു റൂട്ടാണെന്നുള്ളതെല്ലാം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചു തന്നാലേ. ഇപ്പം എന്തായാലും സമയം ഉച്ചയാണ്, നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കുറേ വിഷ്വൽസ് എത്ര പ്രാവശ്യം ഈ റൂട്ടിൽ ട്രാവൽ ചെയ്താലും ഒരിക്കലും മടുക്കാത്ത ഒരു റൂട്ടാണ് ഈ കാജൂൻ പാസിൻ്റെ ഏരിയ കേട്ടോ. ഇപ്പം തന്നെ നോക്കിക്കുക, നല്ല കിട്ടില്ല മൗണ്ടൻസും എന്തൊരു വൃത്തിയുള്ള റോഡുകളുമാണ്. 100% പറയാം, റോഡുകൾ നല്ല വൃത്തിക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഭംഗി എത്രമാത്രം ഭംഗിയാണ് നോക്കിക്കുക. ഇപ്പം തന്നെ നമ്മൾ ഈ റോഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുണ്ടും കുഴിയും എങ്ങുമില്ല. ഇനിയിപ്പോൾ കുണ്ടും കുഴിയുള്ളതാണേലും പല കളറുള്ള ടാർ വെച്ച് പാച്ച് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പില്ല. പ്രോപ്പർ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട്, അതോടൊപ്പം തന്നെ എല്ലാ വണ്ടികളും പ്രോപ്പർ ലൈനിൽ ട്രാവൽ ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാതെ ഇപ്പോൾ ഓരോ മൈൽ മാർക്കറുകളാണേലും മൈൽ മാർക്കറുകൾ, അതോടൊപ്പം തന്നെ ഓരോ സൈൻ ബോർഡുകളും ഡയറക്ഷൻ ബോർഡുകളും എല്ലാവേ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ ഭംഗിയും ആ ഒരു പ്രകൃതി ഭംഗിക്കും എത്രമാത്രം അത് ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ശരിക്കും 100% പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട ആൾക്കാർക്കും ഇതൊന്നും അറിയാൻ പാടില്ല എന്നിട്ടല്ല. ഏതായിരിക്കും ബ്രോ വണ്ടി? കിയയുടെ വണ്ടിയാന്ന് തോന്നല്ലേ ഉള്ള ഇതൊക്കെ ഇട്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതല്ലേ? ആ അതെ അതെ. അതിന്റെ ടോയിങ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും ചിലപ്പോ. ആയിരിക്കും അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇത്രയും ഒരു സാധാരണക്കാരന് ഇത്രയും വിദേശ രാജ്യങ്ങളിലും മറ്റെല്ലായിടത്തും പോയി ഇതെല്ലാം കാണാനും കേൾക്കാനും ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസും എല്ലാം ഇതൊക്കെ ചെയ്യേണ്ട ബ്യൂറോക്രസിയൊക്കെ എത്രമാത്രം ലോകരാജ്യങ്ങളിൽ പോയി ഇതെല്ലാം കണ്ടിത് മനസ്സിലാക്കുന്നവരാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം ആരോട് പറഞ്ഞിട്ട് തന്നെ കാര്യം, എനിക്കറിയില്ല. അതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ അല്ലേ. എന്തായാലും അതെല്ലാം പറയുമ്പോൾ തന്നെ പറയട്ടെ, നമ്മളിപ്പം നാട്ടിലെ പല ട്രാവലേഴ്സിൻ്റെ വ്ളോഗുകൾ സ്ഥിരം കാണാറുണ്ട്, പ്രത്യേകിച്ച് പുത്തേട്ടുകാരുടെ. അപ്പം അതിൻ്റെ അകത്തൊക്കെ ഈ നാഷണൽ ഹൈവേയുടെ സിസ്റ്റങ്ങളെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ആ പണിത് കൊണ്ടുവരുന്ന ആ ഒരു രീതിയെല്ലാം നല്ല കിടിലനാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പം നമ്മുടെ ഗവൺമെൻറ് എഫേർട്ട് എടുത്ത് നാഷണൽ ഹൈവേയുടെ സിസ്റ്റം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ലോങ് ലാസ്റ്റ് ചെയ്ത് നമ്മുടെ രാജ്യവും ഇതുപോലെ അടിപൊളി ആവട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ നാടിനെ കുറച്ച് കാണാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനെ കുറ്റം പറയാനോ ഒന്നുമല്ല. കാരണം നമ്മൾ പല കാര്യങ്ങളിലും ഇതുപോലെ പറയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്.
ഇതുപോലെ പിന്നെ നമ്മൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ നാട് ഇപ്പോഴും ടോപ്പ് ആവണം, മുന്നിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈയിടെ ഒരു പോഡ്കാസ്റ്റ് കേട്ടപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ട്രാവലറിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഈ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണ്, അതായത് ഏറ്റവും മോശം പ്ലേസ് നിങ്ങൾ ട്രാവൽ ചെയ്തേക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ ഉത്തരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ നോ ബാഡ് പ്ലേസസ്, ദർ ഇസ് ഓൺലി ബാഡ് പീപ്പിൾ എന്ന്. അതായത് മോശം സ്ഥലം എന്ന് പറയാനുള്ള ഒരു സ്ഥലവും ഈ ഭൂമിയിലില്ല. ഈ ഭൂമി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയോട് കൂടിയാണ്. പക്ഷേ ഓരോ സ്ഥലത്തിനെയും മോശമാക്കുന്നത് അവിടുത്തെ ആൾക്കാരാണ്. സിവിക് സെൻസ് ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാർ, ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ അവിടെ ആരാണോ ജീവിക്കുന്നത്, ആ ജീവിക്കുന്ന ആൾക്കാരാണ് ആ ഒരു പ്ലേസിനെ അലമ്പാക്കുന്നത്. എത്രമാത്രം സത്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക്. കാരണം ഇപ്പം നമ്മുടെ നാട് തന്നെ 100% നമുക്ക് അതിൻ്റെ അകത്ത് ഉദാഹരണമുണ്ട്, പറയാതെ വയ്യ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് പ്രോപ്പറായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കാണുന്ന ഇപ്പം നിങ്ങൾ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വൃത്തിക്കാണ് ഇവിടുത്തെ റോഡുകളും പരിസരവും വീടുകളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതെന്ന് നോക്കിക്കും. അതേസമയം നമ്മുടെ നാട്ടിലെ ഇപ്പം നമുക്ക് പരിചയമുള്ളവർ തന്നെ അല്ലെ നമ്മുടെ വീട്ടുകാരുടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. വേണ്ട, നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പബ്ലിക് സ്പേസിൽ ചെന്ന് എന്തെങ്കിലും ഒരു കയ്യിൽ ഒരു മുട്ടായിയുടെ കടലാസോ മറ്റെന്തെങ്കിലും ഒന്നൊന്ന് ആരും കാണുന്നില്ല എന്നൊന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വലിച്ചെറിയാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഇന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബാഡ് അല്ലേ. അതുപോലെ നമ്മുടെ എല്ലാം വീടും പരിസരവും, നമ്മുടെ വീടും മറ്റും എല്ലാം എത്ര ഭംഗിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലും നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മതിലിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊന്നും നോക്ക്. ഇപ്പം നമുക്ക് പറയാം നമ്മളല്ലല്ലോ അത് വൃത്തികേടാക്കുന്നത്, അല്ലേ അതങ്ങനെയാണല്ലോ എന്ന്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, അതിനുള്ള സിസ്റ്റം. ഇതിപ്പോൾ 2025 ഒരുമാതിരി ലോകത്തിലെ 75% കൺട്രികളും അങ്ങനെയുള്ള ഒരു ക്ലെൻലിനെസ്സും സിവിക് സെൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു കുറവ് തന്നെയല്ലേ. ഇപ്പം സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ മാത്രമല്ല, ഡ്രൈവിംഗ് കൾച്ചർ മൊത്തത്തിൽ നോക്കിക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള കുറച്ച് ആൾക്കാരുടെ, ഇപ്പം നമ്മൾ ഇന്ത്യക്കാർ, പാകിസ്ഥാൻകാർ, അല്ലെങ്കിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഈ ഒരു സെക്ഷനിൽ പെട്ട ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന അത്രയും മോശമായിട്ടുള്ള ഒരു അഗ്രസീവ് ഡ്രൈവിങ്ങും മറ്റുള്ള ഡ്രൈവേഴ്സിനോട് ഒരു കൺസേൺ ഇല്ലാത്ത ഡ്രൈവിങ്ങും ലോകത്തിൽ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ടിൽ നമ്മോടൊപ്പം വണ്ടി ഓടിക്കുന്ന മറ്റുള്ള ആൾക്കാരോട് ഒരു മര്യാദയില്ലായ്മ. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയല്ല അതിൻ്റെ വാക്ക്. ഇതൊക്കെ ഒത്തിരി സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോയെന്നേ ഉള്ളൂ, ഒരു വികാരത്തള്ളിച്ചയുടെ പുറത്ത്. ആരും സീരിയസ് ആക്കി എടുക്കണ്ട, ഇനിയിപ്പോൾ എന്നെ തെറി വിളിക്കാൻ വരണ്ട. കുറേ കാര്യങ്ങൾ മനസ്സിൽ വന്ന് അങ്ങ് പറഞ്ഞു, പ്രിപ്പയർഡ് അല്ലാതെ പറഞ്ഞതുകൊണ്ട് പോളിഷായിട്ട് പറയാൻ പറ്റിയില്ല. ഇനി ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പറയാതെ ഞാനിവിടെ അങ്ങ് വിഴുങ്ങി ഈ ഒരു വ്ളോഗിൻ്റെ ഭംഗി നശിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോവാം. കാജുൻ പാസ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹിസ്പീരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുവേ. ഹിസ്പീരിയ, വിക്ടർ വില്ല എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാർസ്റ്റോയിൽ നിർത്തി ഒരു കാപ്പിയൊക്കെ എടുത്ത് ഒന്ന് മുഖമൊക്കെ കഴുകി പറ്റുവാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് അവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് പോവാം. ഓപ്പോസിറ്റ് റൂട്ടിൽ നല്ല കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് വണ്ടികളെല്ലാം ഇപ്പോഴും ട്രാഫിക് ജാമാണ്, നട്ടുച്ചയ്ക്കും കേട്ടോ. ഈ റൂട്ടൊന്ന് കടന്നു കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. അതായത് ബാർസ്റ്റോയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഈ ഹിസ്പീരിയ ഏരിയയും പിന്നെ ഈ കാജുൻ പാസ് ഒന്ന് കടന്നു കിട്ടിയാൽ പിന്നെ ഒരു മേജർ ട്രാഫിക് അങ്ങ് നമ്മൾ കഴിഞ്ഞു. ഈ പോണ കാറില്ലേ, നടുക്ക് പോണ ബ്ലാക്ക് കാർ BMW ആണെന്നാണ് അർജുൻ ഭായ് പറയുന്നത്. പക്ഷെ എനിക്ക് വിശ്വാസം പോരാ.
നമുക്ക് അടുത്ത് പോയി നോക്കാം അത് ഏതാണെന്ന്. അത് BMW ആണെന്നുണ്ടെങ്കിൽ ലോഗോ അതാ കണ്ണാടി ബാക്കത്തെ ഗ്ലാസിന്റെ ഏറ്റവും മേലെ റൈറ്റ് എൻഡില് അത് മാത്രമേ ഉള്ളൂ. ആണോ? ഐക്കോണിക് ലോഗോ എന്നാ സംഭവം പറഞ്ഞ് ഇലക്ട്രിക് കാറാണോ? എനിക്കറിയാം BMW പുതിയ SUV അല്ല അത്. എനിക്കറിയില്ല, എനിക്ക് തോന്നിയില്ല. ടൊവിനോ ഒക്കെ റീസെന്റ് എടുത്ത ആ സാധനമാണ്. BMW യാതൊരു എലമെന്റും ഞാനത് കണ്ടില്ല. നമുക്ക് എന്തായാലും അതിന് ഗൂഗിളിലൊന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെന്ന് കമന്റ് ചെയ്തു. നാട്ടിൽ ടൊവിനോ പുതുതായിട്ട് എടുത്ത വണ്ടിയാണ്. ഇതെല്ലാം കുറച്ച് 3-4 മാസം മുന്നേ എടുത്ത ഒരു ഗ്രേയോ അങ്ങനത്തെ ഏതോ ഷെയ്ഡ് ഒരു വണ്ടിയാണ് എടുത്തത്. ആണോ? അതിന്റെ ബ്ലാക്ക് ആണ്. അങ്ങനെ കുറച്ച് നേരത്തെ ഓടിക്കലിന് ശേഷം നമ്മൾ തേണ്ട ബാർസ്റ്റോ എന്ന മനോഹരമായ നഗരത്തെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഒരു വലിയ ഡെസേർട്ടിനെ നടുക്ക് കുറച്ച് കെട്ടിടങ്ങൾ കണ്ടില്ലേ, അത് ബാർസ്റ്റോയിലെ ഒരു മേജർ ഷോപ്പിംഗ് ഏരിയ കേട്ടോ. ഇത് മാത്രമല്ല ബാർസ്റ്റോ, ഈ ബാർസ്റ്റോ നമ്മുടെ വലിയ റൂട്ട് 66 എന്ന് പറയുന്ന റൂട്ടുണ്ടല്ലോ, അപ്പോൾ ആ മദർ റൂട്ട് എന്നറിയപ്പെടുന്ന റൂട്ട് 66ൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ അല്ലെ ആ ഒരു റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ് ഈ ബാർസ്റ്റോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഓൾഡ് ഏരിയ ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് ഷോപ്പിംഗ് മാൾസും കാര്യങ്ങളും എല്ലാം അടങ്ങിയ ബാർസ്റ്റോയുടെ പുതിയ മുഖം. Take exit 178 on the right. എണ്ണയുടെ ഇവിടുന്ന ഫിൽമോറാണോ മറ്റേ സ്ഥലമാണോ? Turn right. വരെ ബഡാസ് ബോണ്ടി കേട്ടുണ്ടായിരുന്നോ? ആ സ്കൂളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാണൂ കൂട്ടുകാരെ, കാണൂ. Hey guys, what's up? മോനെ അപ്പോൾ എന്തായാലും നമ്മൾ വാഷ്റൂമിലൊക്കെ പോയൊന്ന് ഫ്രഷ് ആയതുകൊണ്ട് ഒരു പിസ്സയും ഒരു ഓൾ മീറ്റ് പിസ്സയും പിന്നെ ഒരു ഇച്ചിരി കാപ്പിയും മേടിച്ചേ. നമുക്ക് നേരെ വണ്ടി എടുത്ത് അർജുമായുടെ കൂടെ പോയേക്കാം. നോക്കി ഫ്രോ എങ്ങനെയുണ്ടോ നോക്കി നോക്ക്. ഈ ഓരി ചേട്ടൻ്റെ ഈ ഓരി അല്ലേ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ബാർസ്റ്റോയുടെ ആ ഒരു പുതിയ ഷോപ്പിംഗ് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതും ബാർസ്റ്റോയുടെ ഭാഗമാണ്. ഇത് കണ്ടോ, ഈ ഏരിയ നിന്നാണ് വേഗാസിലേക്കും അല്ല ഇൻഡർസ്റ്റേറ്റ് 40 ടെക്സാസ് ന്യൂ മെക്സിക്കോ ആ റൂട്ടിലേക്കും ഒക്കെ നമ്മൾ ചേഞ്ച് ആവുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഷോപ്പിംഗ് ഏരിയ വരുന്നതിന് മുമ്പ് ബാർസ്റ്റോയുടെ ഒരു മെയിൻ സ്ട്രീറ്റ് ഉൾപ്പെടുന്ന ഒരു ഡൗൺ എന്ന് പറയുന്ന ഏരിയ അതെ നമ്മുടെ മുന്നിൽ കാണുന്ന ഏരിയ ഒക്കെ ആയിരുന്നു. Continue on I-50. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മറ്റേ BMW വണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് BMW ആണെന്ന് ഒരു വിശ്വാസം പറഞ്ഞില്ല. നമുക്ക്
നമുക്കൊന്ന് കയറാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ നമുക്കൊന്ന് കമൻറ്റ് ഇടണേ. പറഞ്ഞപ്പോളാ ടെമ്പറേച്ചർ എത്രയുണ്ട് ബ്രോ? 23 ഡിഗ്രി ഉള്ളല്ലേ? പക്ഷെ വെയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 30 ഡിഗ്രി പറയല്ലേ? ഈ പോകുന്നവരെല്ലാം വീക്കെൻഡ് ആഘോഷിക്കാൻ ലാസ് വേഗാസ് ലക്ഷ്യമാക്കി പോകുന്ന ആൾക്കാരാണ്. അറിയാൻ പാടില്ല ഇന്ന് ലാസ് വേഗാസിൽ ഈ നാളെ ശനിയാഴ്ചയാണല്ലോ, നാളെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇന്ന് ലാസ് വേഗാസ് ചെല്ലുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്തെങ്കിലും ഇവന്റ്സ് വല്ലതും നടക്കുന്നുണ്ടോ. അർജുൻഭായിക്ക് വല്ലതും അറിയാമോ? അല്ല മേജർ ഇവന്റ്സ് വല്ലതും വേഗാസ് നടക്കുന്നതായിട്ട്? അറിയില്ല. നമ്മൾ ഇങ്ങോട്ട് അതുവഴിയായിരുന്നു വന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ബോർഡ് വല്ലതും കാണായിരുന്നു. നമ്മള് മറ്റേ ഫോട്ടോ പിടിച്ചല്ലോ വന്ന്, വലിയൊരു ഐഡിയ വരെ എന്താ ചെന്ന് കഴിയുമ്പോൾ അറിയാം അല്ലേ? Are you gonna wait? Of course. Okay. ലാസ് വേഗാസ് നമ്മൾ കണ്ടന്റ് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കണ്ടേ?